Hi everyone. Wait. Wait a moment before you quit. ഒരു കാര്യത്തിനു വേണ്ടി പ്രയത്നിച്ചിട്ട് അതിൽ പരാജയപ്പെട്ടാൽ പിൻവാങ്ങുക എന്നത് നമ്മുടെ പലരുടെയും സ്വഭാവമാണ്. അത് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ. ഒന്ന് രണ്ട് വട്ടം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണയായി പിന്നീട് നമ്മൾ അതിന് ശ്രമിക്കാറുണ്ട്. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം നാം തിരിച്ചറിയും, ഒരിക്കൽ കൂടി ഒരൊറ്റ തവണ കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അതിൽ വിജയിക്കുവാൻ കഴിയുമായിരുന്നു. ശരിയാണ്. ഒരൊറ്റ തവണ കൂടെ നിങ്ങൾ പരിശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയിലും വലിയ വിജയം നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് തോമസ് ആൽവ എഡിസൺ എന്ന പ്രതിഭാശാലിയായ സയന്റിസ്റ്റ് ഇപ്രകാരം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പരിതാപകരമായ കാര്യമെന്ന് പറയുന്നത് ഒരു ദൗത്യത്തിൽ നിന്ന്, ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അവൻ അറിയുന്നില്ല എത്രമാത്രം അവൻ വിജയത്തിന് അടുത്താണ് എന്ന്. വിജയം നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒന്നാണ്. പക്ഷെ വിജയത്തിൽ നിന്നും പഠിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ പരാജയങ്ങൾ അങ്ങനെയല്ല. ഓരോ പരാജയങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരിക്കൽ കൂടി ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. ആർ.യു. ഡാർബി എന്ന മനുഷ്യൻ ഇൻഷുറൻസ് മേഖലയിൽ വളരെയധികം സാമ്പത്തിക ലാഭമുണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അങ്കിളിന് സ്വർണ്ണ ഖനനത്തിൽ വളരെയധികം ഭ്രമം തോന്നി. സ്വർണം ഖനനം ചെയ്ത് എടുത്ത് അത് വിറ്റ് ധാരാളം പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം കയറി അദ്ദേഹം കൊളറാഡോയിൽ എത്തുകയും അവിടെ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് കരുതപ്പെടുന്ന സ്വർണ്ണ നിക്ഷേപത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശം സ്വന്തമാക്കുകയും അവിടെ കുഴിക്കുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെ ഖനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിളക്കമുള്ള മണ്ണ് ലഭിച്ചു, ഗ്ലിറ്ററിംഗ് സോയിൽ. അദ്ദേഹം അത് ലാബിലേക്ക് അയച്ചു. ലാബിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ടായി. കാരണം അത് പ്യുവർ ഗോൾഡ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ച് മേരിലാൻഡിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. ആർ.യു. ഡാർബിയെ കണ്ടു, കുടുംബാംഗങ്ങളെ എല്ലാവരെയും കണ്ടു, ഫാമിലി ഫ്രണ്ട്സിനെ കണ്ടു. എല്ലാവരുമായിട്ടിരുന്ന് അദ്ദേഹം ഡിസ്കസ് ചെയ്തു. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപത്തിനാണ് നമ്മൾ ഉടമകളാകുവാൻ പോകുന്നത്. അത് കൃത്യമായിട്ട് ഖനനം ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് സ്വർണമാക്കി വിൽക്കണമെങ്കിൽ ഒരുപാട് യന്ത്രസാമഗ്രികൾ ആവശ്യമുണ്ട്, ഒരുപാട് മെഷീനറീസിന് ആവശ്യമുണ്ട്. അതൊക്കെ വാങ്ങുവാനായിട്ട് ധാരാളം പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമുക്കത് ചെയ്യണം എന്നൊരു സജഷൻ അദ്ദേഹം വെച്ചു. എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും പണം നൽകി സഹായിച്ചു. അങ്ങനെ അവർ ഇതിനാവശ്യമായ എല്ലാ യന്ത്രങ്ങളും മേടിച്ചുകൊണ്ട് തിരിച്ച് ആർ.യു. ഡാർബിയും ഇദ്ദേഹത്തോടൊപ്പം ഈ കൊളറാഡോയിലേക്ക് വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി മൈനിങ്ങിൽ ഏർപ്പെടുന്നു. അങ്ങനെ കുഴിച്ച് ചെന്നപ്പോൾ അവർക്ക് വീണ്ടും ഈ സോയിൽ കണ്ടു. ഏകദേശം 2-3 ട്രോളി ഗ്ലിറ്ററിംഗ് സോയിൽ അവർക്ക് ലഭിച്ചു. അതൊക്കെ അവർ പ്യൂരിഫൈ ചെയ്തു, സ്വർണമാക്കി വിറ്റു, ധാരാളം പണം ലഭിച്ചു. അങ്ങനെ ആ പണം കൊണ്ട് അവർ മേടിച്ച എല്ലാ കടങ്ങളും അവർ തിരിച്ച് കൊടുത്തു. അവരുടെ ബാധ്യതകളെല്ലാം അവർ തീർത്തു. എന്നിട്ട് അവർ വിശ്വസിച്ചു, ഇനിയും ലഭിക്കുന്ന പണം കൊണ്ട് നമുക്ക് ധാരാളം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരത്തിനാണ് നമ്മൾ ഉടമകളാകുവാൻ പോകുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി അവർ വീണ്ടും മൈനിങ്ങിൽ ഏർപ്പെട്ടു. അങ്ങനെ അവർ കുഴിച്ച് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ അവർക്ക് ഈ ഗ്ലിറ്ററിംഗ് സോയിൽ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. ദിവസങ്ങളോളം അവർ കുഴിച്ചു. സ്വർണത്തിന്റെ സാന്നിധ്യമൊന്നും അനുഭവപ്പെടുന്നില്ല. ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ആദ്യം ലഭിച്ചതുപോലെയുള്ള സ്വർണത്തിന്റെ ആ ഒരു അയിര് അവർക്ക് പിന്നീട് ഒരിക്കലും ലഭിച്ചില്ല. ക്രമേണ നിരാശ അവരിൽ പടർന്നു, നിരുത്സാഹം വർദ്ധിച്ചു. നമ്മൾ വെറുതെ സമയം
മെനക്കെടുകയാണ്, ഇനിയും കുഴിക്കുന്നതിൽ അർത്ഥമില്ല എന്നവര് വിചാരിച്ചു. അങ്ങനെ ഇതെല്ലാം ഉപേക്ഷിച്ച്, ഇനി ഒരിക്കലും സ്വർണം ലഭിക്കില്ല, ഇവിടെ സ്വർണമില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോരുവാനായിട്ട് അവർ തയ്യാറായി. അങ്ങനെ അവരുടെ ഈ മെഷീനറീസ് എല്ലാം അവർക്ക് കിട്ടുന്ന വിലയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കുവാൻ വേണ്ടി അവര് തിരക്കിയപ്പോഴൊരു ഒരു ഒരു ആക്രി കച്ചവടക്കാരൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്രി കച്ചവടക്കാരൻ, സാധാരണ പഴയ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു കച്ചവടക്കാരൻ വന്നു. ഇതൊക്കെ കിട്ടിയ വിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്ത ആ പണവുമായിട്ട് അവര് മേരിലാൻഡിലേക്ക് ആർ.യു. ഡാർബിയും അങ്കിളും തിരിച്ചു പോവുകയാണ്. എന്നാൽ ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റുന്നതിന് മുമ്പായിട്ട് ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹം പോയി ഒരു മൈനിങ് എഞ്ചിനീയറെ വിളിച്ചുകൊണ്ട് വന്നു, ഒരു എക്സ്പേർട്ടിനെ വിളിച്ചുകൊണ്ട് വന്നു, ഈ ഏരിയ സർവേ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സർവേക്ക് ശേഷം ആ മൈനിങ് എഞ്ചിനീയർ പറഞ്ഞത്, ഇവിടെ തീർച്ചയായും സ്വർണമുണ്ട്, സ്വർണത്തിന്റെ സാധ്യതയുണ്ട്, അവർ കുഴിച്ചു വന്നിരിക്കുന്ന ഡയറക്ഷൻ വളരെ ശരിയാണ്, ഈ ഡയറക്ഷനിൽ കുഴിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർണം ലഭിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഈ കച്ചവടക്കാരൻ ഒരു പരീക്ഷണത്തിന് വേണ്ടി സ്വർണം കുഴിച്ചെടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം ഈ മൈനിങ്ങിൽ ഏർപ്പെടുകയാണ്. യു ഡോണ്ട് ബിലീവ് ഇറ്റ്, ജസ്റ്റ് 3 feet, വെറും 3 അടി കുഴിച്ചപ്പോൾ അമൂല്യമായ സ്വർണത്തിന്റെ ശേഖരമാണ് ഈ കച്ചവടക്കാരൻ ലഭിച്ചത്. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനികനായിട്ട് അദ്ദേഹം മാറുകയാണ്. നിങ്ങൾ ഓർക്കണം, ആർ.യു. ഡാർബിയും അങ്കിളും മാസങ്ങളോളം കഷ്ടപ്പെട്ട് കുഴിച്ച് അവരുടെ നിധിയുടെ 3 അടി പിറകിൽ വെച്ച് ഈ സംരംഭം ഉപേക്ഷിച്ച് തിരിച്ചു പോകുവാനായിട്ട് ആണ് അവർക്ക് കഴിഞ്ഞത്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കഷ്ടപ്പെടും, പ്രവർത്തിക്കും, പരിശ്രമിക്കും, എന്നാൽ വിജയത്തിന്റെ തൊട്ടു പിറകിൽ വെച്ച് നമ്മൾ പിന്മാറുവാൻ ശ്രമിക്കാറുണ്ട്. പരാജയപ്പെട്ട് പിന്മാറുവാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ ഓർക്കുക, യു ആർ ജസ്റ്റ് 3 feet away from victory. You are just 3 feet away from the treasure. So don't give up. Try once more. എപ്പോഴെങ്കിലും പിന്മാറണമെന്ന് തോന്നുമ്പോൾ wait a moment and try once more. You are definitely going to win. Good luck.